الحمد لله الحمد لله الذي هدانا بالكتاب الكريم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور الذين يبخلون ويأمرون الناس بالبخل ومن يتول فإن الله هو الغني الحميد لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان ليقوم الناس بالقسط وأنزلنا الحديد فيه بأس شديد ومنافع للناس وليعلم الله من ينصره ورسله بالغيب إن الله قوي عزيز صدق الله أيها الناس اتقوا الله അല്ലാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും തികഞ്ഞ സൂക്ഷ്മതയോടുകൂടി പാലിക്കുകയും ജീവിതത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നേർമാർഗത്തിൽ നയിക്കുകയും ഇരുലോകത്തും അവൻ്റെ അനുഗ്രഹങ്ങളാൽ സമ്പന്നരാക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തന്ന് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും അവൻ ഒരുമിപ്പിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് നമുക്കുള്ളതെല്ലാം. നമ്മുടെ ശരീരമായാലും ബുദ്ധിയായാലും നമ്മുടെ സമ്പത്തായാലും പദവികളായാലും ഇതെല്ലാം തന്നെ അള്ളാഹുവിങ്കൽ നിന്നുള്ള അനുഗ്രഹങ്ങളാണ്. യഥാർത്ഥ ദൈവദാസരുടെ നിലപാട് ഈ വിഷയത്തിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സാക്ഷാൽ ഉടമസ്ഥത അള്ളാഹുവിൻ്റേതാണ് എന്നത് തന്നെയായിരിക്കും. ഇതാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വാഭാവികമായും സമ്പത്തിനെ സംബന്ധിച്ചുള്ള നിലപാടും അത് തന്നെ ആയിരിക്കണം. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇത് പറയുന്നത്. വിശുദ്ധ ഖുർആൻ അതേ സംബന്ധിച്ച് പറയുന്നുണ്ട്, സമ്പത്ത് കേന്ദ്രീകരിച്ച് ശേഖരിച്ച് വെക്കുന്നതിനോ അതിനുവേണ്ടി തെറ്റായ മാർഗങ്ങൾ അവലംബിക്കുന്നതിനോ അതോടൊപ്പം തന്നെ പിശുക്ക് കാണിക്കുന്നതിനോ പൊങ്ങച്ചം കാണിക്കുന്നതിനോ കാരണമായി മാറരുത് എന്നാണ്. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അതിര് കവിയുന്നവരെയും പൊങ്ങച്ചം കാണിക്കുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അവിടെ പൊങ്ങച്ചത്തിൻ്റെയും ദുരഭിമാനത്തിൻ്റെയും ഒക്കെ നിർവചനം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലദീന യബ്ഖലൂൻ, അവർ ബുഖ്ല് പിശുക്ക് കാണിക്കുന്നവരാണ്. വയഅ്മുറൂന നാസ ബിൽ ബുഖ്ൽ,
മറ്റ് മനുഷ്യരോട് പിശുക്ക് ഉപദേശിക്കുന്നവരുമാണ്. ഒരാൾ നന്മ ചെയ്യില്ല എന്ന് മാത്രമല്ല, അത് ചെയ്യാൻ മറ്റുള്ളവരെ അനുവദിക്കുകയും ചെയ്യില്ല. ഈ മാനസികാവസ്ഥയുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. അപ്പോൾ സ്വയം പിശുക്ക് കാണിക്കുന്നു, മറ്റുള്ളവരോട് പിശുക്ക് ഉപദേശിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. വയമ്രുൻ നാസ ബിൽ ബുഖൽ വമൻ യതവല്ല ഫഇന്നല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ് എന്ന് തുടർന്ന് പറയുന്നു. ആരാണോ പിന്തിരിഞ്ഞു കളയുന്നത് അവരറിയണം, നിശ്ചയമായും അള്ളാഹു എല്ലാം കഴിയുന്നവൻ. ഗനിയ് എന്നാണ് ഉപയോഗിച്ചത്. ഗനിയ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ സമ്പത്തിന്റെ ഉടമസ്ഥതയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയുന്ന വാക്കാണ്. അല്ലെങ്കിൽ സമ്പത്ത് കയ്യിലുള്ളവൻ, സാധാരണ ഈ മുതലാളി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഗനിയ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ സമ്പന്നൻ. അപ്പൊ യഥാർത്ഥ സമ്പന്നൻ അൽ ഗനിയ് അത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ വിശിഷ്ടനാമങ്ങളിൽ ഒന്നുമാണ് അത് എന്ന് കാണാം. അപ്പൊ ശരിക്കും സമ്പത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്, അൽ ഹമീദ്. അതുകൊണ്ട് തന്നെ അവന്റെ സമ്പത്തിൽ നിങ്ങളെ കൈകാര്യകർത്താക്കളായിരിക്കുന്നു എന്ന കാരണത്താൽ സ്തുതിക്കപ്പെടേണ്ടവനുമാകും. അപ്പോഴിങ്ങനെ പടച്ചതമ്പുരാൻ അതിനോടുള്ള നിലപാടുകളെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരാണ്. പിന്നെ തുടർന്ന് പറയുന്നൊരു വർത്തമാനം വളരെ പ്രധാനമാണ്. ലഖദ് അർസൽന റുസുലന ബിൽ ബയ്യിനാത്ത്, തികഞ്ഞ അടയാളങ്ങളുമായി, തെളിഞ്ഞ അടയാളങ്ങളുമായി നമ്മുടെ ദൂതന്മാരെ, റസൂലുമാരെ അള്ളാഹു അയച്ചിട്ടുണ്ട്, നാം അയച്ചിട്ടുണ്ട്. എന്നിട്ട് അവർക്ക് അവരുടെ ദൗത്യ നിർവഹണത്തിനുള്ള ചില ടൂളുകൾ നൽകിയതിനെ സംബന്ധിച്ചാണ് തുടർന്ന് പറയുന്നത്. വഅൻസൽനാ മഅഹുമുൽ കിതാബ വൽ മീസാൻ, അവർക്ക് നാം കിതാബ് വേദഗ്രന്ഥം നൽകി, അതോടൊപ്പം തന്നെ ഒരു മീസാൻ. മീസാൻ എന്ന് പറഞ്ഞാൽ തുലാസ്, ബാലൻസ്, ലിബ്ര എന്നൊക്കെ പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു തുലാസ് അവർക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതെന്താണ് സാധനം എന്നുള്ളത് വ്യക്തമല്ലല്ലോ. പ്രവാചകന്മാരാരും തുലാസും പൊക്കിപ്പിടിച്ച് വന്നതായിട്ട് എവിടെയും നമ്മൾ കാണുന്നില്ല. കച്ചവടക്കാരായ പ്രവാചകരുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും അറബികളുടെ കാരവാനിലും കച്ചവടത്തിലും ഒക്കെ പങ്കുവഹിച്ച ഒരാളാണ്. ശുഐബ് നബി അലൈഹി സ്വലാമയെ സംബന്ധിച്ച് പറയുമ്പോൾ വൈലാ മദിയന അഖാഹും ശുഐബ എന്ന് പറയുമ്പോൾ വംശീയമായിട്ട് എത്നിക്കലി അസ്ഹാബു മദിയന്റെ സഹോദരനാണ് എന്നാവാം. എന്നാൽ അവരൊരു വ്യാപാരി സമൂഹമായതുകൊണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ എന്നുമാവാം. അപ്പോഴതുകൊണ്ട് അവര് കച്ചവടക്കാരാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ഈ പ്രവാചകന്മാരെ സംബന്ധിച്ചുള്ള ഒരു പൊതു പ്രസ്താവന നടത്തുമ്പോൾ തുലാസ് അവർക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ അത് തീർത്തും ഭൗതികമായ അർത്ഥത്തിലല്ല, അത് മെറ്റഫോറിക്കലായിട്ടുള്ള വായനയാണ് ആവശ്യപ്പെടുന്നത് എന്ന് കാണാൻ സാധിക്കും. അതിലേക്ക് നമുക്ക് പോകാം. എന്തിനാണ് കിതാബും മീസാനും കൊടുത്തതെന്ന് ചോദിച്ചാൽ ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത്, മനുഷ്യരെല്ലാവരും നീതിയിൽ നിലകൊള്ളാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നീതിയാണ് ഏറ്റവും പ്രഥമവും പ്രധാനവുമായ മൂല്യം എന്നാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ പ്രവാചകന്മാർക്ക് കൊടുത്തിട്ടുള്ള ഒരു ടൂളും കൂടി പറയുന്നു, വഅൻസൽനൽ ഹദീദ്, അവർക്ക് നാം ഇരുമ്പ് ഇറക്കി കൊടുത്തു. എന്താണ് ഇരുമ്പിന്റെ പ്രത്യേകത? ഫീ ബഅ്സുൻ ശദീദ്, അതിന് വലിയ കരുത്തുണ്ട്. ഇപ്പൊ മനാഫിഉൽ ലിന്നാസ്, മനുഷ്യർക്ക് വലിയ ഉപകാരങ്ങളും. ഇത് രണ്ട് സൂചനകളാണ്. ഒന്ന്, ഫീ ബഅ്സുൻ ശദീദുൻ എന്ന് പറയുമ്പോൾ അതിൽ വലിയ കരുത്തുണ്ട് എന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ നമ്മുടെ സാങ്കേതികമായ ഭാഷയിൽ പറഞ്ഞാൽ അധികാരത്തിന്റെ സൂചനയാണ്. പ്രവാചകർക്കും അവരുടെ അനുയായികൾക്കും എന്താണോ പ്രവാചകർ പഠിപ്പിച്ചിട്ടുള്ള പ്രിൻസിപ്പിൾസ് അത് പ്രാവർത്തികമാക്കുന്നതിനുള്ള പദവികൾ, നിയന്ത്രണാവകാശം നൽകിയിട്ടുണ്ടെന്നാണ്. അവരുടെ സമൂഹത്തിൽ അവരുടെ തത്വങ്ങൾ പുലരുന്ന ഒരവസ്ഥ അതെല്ലാവർക്കും ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അവരെല്ലാവരും അതിലേക്കാണ് സഞ്ചരിച്ചത് എന്ന് കാണാം. അപ്പൊ അതുകൊണ്ട് ആ ഹദീദ് ഒരു ഭാഗം അങ്ങനെയാണ്. രണ്ടാമത്തെ ഭാഗം വമനാഫിഉൽ ലിന്നാസ്, മനുഷ്യർക്കുള്ള ഉപകാരം എന്ന് പറയുമ്പോൾ സാങ്കേതികമാണ്, ടെക്നിക്കലാണ്. അതുകൊണ്ട് തന്നെ അത് നാഗരികവും. നാഗരികത പഠിക്കുന്നതിൽ ചരിത്രപരമായി തന്നെ നോക്കിയാൽ
വെങ്കലയുഗം എന്ന് പറയും, അല്ലെങ്കിൽ ലോഹയുഗം എന്ന് പറയും. ഈ ഒരു കാലഘട്ടത്തിലാണ് പ്രാചീന നാഗരികതകൾ വളർച്ച പ്രാപിച്ചത് എന്ന് കാണാം, അല്ലെങ്കിൽ വളർച്ച പ്രാപിച്ചു തുടങ്ങിയത്, അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പ്. അതായത് സ്റ്റോൺ ഏജ് കഴിഞ്ഞിട്ട് പാലിയോലിത്തിക് അല്ലെങ്കിൽ നിയോലിത്തിക് എന്ന് പറയുന്ന ഓൾഡ് സ്റ്റോൺ ഏജും ന്യൂ സ്റ്റോൺ ഏജും കഴിഞ്ഞിട്ട് അതിനിടയിലുള്ള ഒരു ഘട്ടത്തിലോ അല്ലെങ്കിൽ ശേഷം ലോഹയുഗത്തിലോ പ്രവേശിച്ചപ്പോഴും, അപ്പോഴാണ് ആളുകൾ കൂട്ടായി ജീവിക്കാനും നാഗരികതകൾ സൃഷ്ടിക്കാനും തുടങ്ങിയത്. അതിനു മുമ്പ് കൂട്ടുജീവിതമുണ്ട്, സംസ്കാരവുമുണ്ട്. എന്നാൽ കൃത്യമായിട്ട് നമ്മൾ ഇന്ന് ചരിത്രത്തിൽ പഠിക്കുന്ന നാഗരികതകൾ മിക്കതും ആ ഒരു കാലത്താണ് രൂപപ്പെടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ ഈ ഇരുമ്പ് അല്ലെങ്കിൽ ലോഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഈ ഇരുമ്പിൽ നിന്ന് അല്ലെങ്കിൽ ലോഹത്തിൽ നിന്നുണ്ടാകുന്ന ഉപകാരങ്ങൾ, പ്രയോജനങ്ങൾ, ഇതാണ് നാഗരികതയിലേക്ക് മനുഷ്യരെ ഉയർത്തിയത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഫീ ബൗസുൻ ഷദീദ് എന്ന് പറയുമ്പോൾ അത് ആയുധവും കൂടിയാണ്. നീതി സ്ഥാപിക്കുവാൻ വേണ്ടി ആയുധ പ്രയോഗമാവാം. ക്രിസ്തുവിന്റെ ഒരു വചനം കാണാം ബൈബിളിൽ, ഈസാ നബി അലൈഹി ഇസ്ലാമിയുടേതായിട്ട് ബൈബിളിൽ പറയുന്ന വചനം, ഞാൻ സമാധാനമാണ് കൊണ്ടുവന്നത് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്നാണ്. ജീവിതത്തിലുടനീളം സമാധാനം മാത്രം പറഞ്ഞിട്ടുള്ള, ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള, പത്രോസെ നീ വാൾ താഴെയിടുക, വാളെടുത്തവൻ വാളാലേ പോകും എന്ന് ഏറ്റവും അടുത്ത ശിഷ്യനെ ഉപദേശിച്ചിട്ടുള്ള ഈസാ നബി അലൈഹിസ്സലാം പറയുന്നതായിട്ട് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തുകയാണ്. പക്ഷേ ഞാൻ കൊണ്ടുവന്നത് പാസീവായിട്ടുള്ള സമാധാനമല്ല. സമാധാനമാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അതിന് ഈ പാസിവിറ്റി, നിഷ്ക്രിയത്വമല്ല ഉള്ളത്. മറിച്ച് ഞാൻ വാളാണ് കൊണ്ടുവന്നത് എന്ന് പറയുന്നുണ്ട്. ചേർത്ത് പറയാൻ, ഞാൻ വാളാണ് കൊണ്ടുവന്നത്. വേണ്ടി വന്നാൽ നിങ്ങളിൽ അപ്പനെ മകനെതിരിലും മകനെ അപ്പനെതിരിലും ഞാൻ നിർത്തുന്ന. അതായത് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന അപ്പൻ അനീതിക്കെതിരായിട്ട് പ്രതിരോധം തീർക്കുമ്പോൾ മറുപക്ഷത്ത് മകനുണ്ട് എന്നുള്ളത് അയാളുടെ കൺസേൺ അല്ലാതായി മാറും. മകനോട് സ്നേഹമൊക്കെ ഉണ്ടാവും, അത് വേറെ വിഷയമാണ്. പക്ഷെ അനീതിയുടെയും അധർമ്മത്തിന്റെയും പക്ഷത്താണെങ്കിൽ പിന്നെ ദാക്ഷിണ്യം ഉണ്ടാവില്ല. നേരെ തിരിച്ചു അങ്ങനെ തന്നെയാണ്. നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന മകൻ അനീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന വാപ്പക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അയാളെ സ്നേഹിക്കുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷെ നേർക്ക് നേരെ പോരാട്ടം വന്നു കഴിഞ്ഞാൽ നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരാൾക്ക് കൺസേൺ നീതി മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ പരസ്പരം വേണ്ടി വന്നാൽ തിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ അവിടെ ആ ആയുധവും അങ്ങനെ ഒരു അർത്ഥവും കൂടി അതിനുള്ളതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ യഥാർത്ഥത്തിൽ യഖൂമന്നാസു ബിൽ ഖിസ്ത്, മനുഷ്യരെല്ലാവരും നീതിയിൽ നിലകൊള്ളാനാണെന്ന്. അപ്പൊ നാഗരികതയുടെയും ദേശസംഘാടനത്തിന്റെയും ഒക്കെ അടിസ്ഥാനമായി മാറേണ്ടത് നീതിയാണ് എന്നൊരു വർത്തമാനം അതിലുണ്ട്. അപ്പൊ നമ്മുടെ സാമ്പത്തിക വ്യവഹാരങ്ങളായാലും നമ്മുടെ പൊളിറ്റിക്കൽ ആക്ടിവിസം ആണെങ്കിലും, പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ വളരെ സമഗ്രമായൊരു സംജ്ഞയാണ് എന്ന് മനസ്സിലാക്കണം കേട്ടോ. മനുഷ്യരെല്ലാവരും പ്രവർത്തിക്കേണ്ടവരാണ്. പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ആക്ഷനാണ്. പുതിയ കാലത്തെ ഒരു രാഷ്ട്രീയ വിശാരദ, ഒരു ജർമ്മൻ അമേരിക്കൻ രാഷ്ട്രീയ വിചക്ഷണയുണ്ട്, ഒരു ഹന ആരൻഡ് എന്നാണ് പേര്. അവരുടെ വർത്തമാനമാണ്, മനുഷ്യൻ അവനെ പ്രകാശിപ്പിക്കുന്നത് പൊളിറ്റിക്കൽ ആക്ഷൻ എന്നാണ് പറയുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ, രാഷ്ട്രീയമല്ലാത്തതായിട്ടൊന്നുമില്ല. വ്യാജമായിട്ട് ലെനിന്റെ പേരിൽ ഉദ്ധരിക്കപ്പെടുന്ന ഒരു വചനമുണ്ട്, പലപ്പോഴും മാർക്സിസ്റ്റുകളൊക്കെ എഴുതി വെക്കാറുണ്ടത്. ലെനിന്റെ കിതാബിലൊന്നും അതില്ല, എന്നാലും അതിനൊരർത്ഥമുണ്ട്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നു. തിരിച്ചിങ്ങോട്ട് ഇടപെടുന്നതിന് ആരോട് ചോദിക്കേണ്ടൊന്നുമില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ നിങ്ങളുടെ വഴിക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങളുടെ ആക്ടിവിസം അനിവാര്യമാണ്. അതുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആ ഒരു പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അതിന്റെ പരമലക്ഷ്യമായി വരുന്നത് നീതിയാണ്, അതിലാണ്, ഖിസ്താണ്, ജസ്റ്റിസാണ്. ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് എന്ന് കാണും. അപ്പൊ അത് വെച്ചിട്ട് നമ്മുടെ സാമ്പത്തിക വ്യവഹാരങ്ങളെയും മറ്റെല്ലാ ആക്ടിവിറ്റികളെയും ശരിപ്പെടുത്തുക, ക്രമപ്പെടുത്തുക എന്നുള്ളത് മുഅ്മിനുകൾ എന്ന നിലക്ക് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഓരോ കാര്യത്തിലും ചില മൂല്യങ്ങളുടെ അഭാവത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും പാഴിലായി പോകും. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, നമ്മൾ മഹാത്മാഗാന്ധി എന്ന് വിളിക്കുന്ന നമ്മുടെ രാഷ്ട്രപിതാവിന്റെ
വിഖ്യാതമായൊരു വചനമുണ്ട്. അദ്ദേഹം 7 പാപങ്ങളെക്കുറിച്ച് പറയാണ്. പാപങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 7 എന്ന സംഖ്യക്ക് ഹദീസിലും പ്രാധാന്യമുണ്ട് കേട്ടോ. സബഉൽ മൂബിഖാത്ത് നമ്മൾ പറയാറുണ്ട്, 7 വൻ പാപങ്ങൾ. ഗാന്ധി പറയുന്നത് 7 സോഷ്യൽ സിൻസ് എന്നാണ്. 7 സാമൂഹികമായ പാപങ്ങൾ. എന്തൊക്കെയാണ് ആ പാപങ്ങൾ? അദ്ദേഹം പറയുന്നത്, 1 വെൽത്ത് വിത്തൗട്ട് വർക്ക്, പണിയെടുക്കാതെ കിട്ടുന്ന സമ്പത്ത്, അധ്വാനമില്ലാതെ കിട്ടുന്ന സമ്പത്ത്. സിൻ, പാപമാണ്, സോഷ്യൽ സിൻ. ഒരു മനുഷ്യൻ വെറുതെ ഒറ്റക്കിരുന്ന് തിന്നാന്ന് വിചാരിച്ചാൽ അവന് തിന്നാൻ വേണ്ടി മറ്റുള്ളവർ പണിയെടുക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് മുമ്പ് ഉദ്ധരിച്ചതാണ്. വൈക്കം മുഹമ്മദ് ബഷീർ അങ്ങനെ പറയുന്നുണ്ട്. എം.എ. റഹ്മാൻ മാഷ് അദ്ദേഹത്തെക്കുറിച്ച് നിർമ്മിച്ച ഡോക്യുമെന്ററിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ആത്മീയതയുടെ ഒരു പ്രശ്നം, അവസാനം അവർ വളരെ പാസീവ് ആവും. അവരേതെങ്കിലും ഗുഹയിലോ അല്ലെങ്കിൽ ഹിമാലയത്തിന്റെ താഴ്വാരത്തിലോ ഒക്കെ ഇരുന്നിട്ട് തപസ് ചെയ്യും. പക്ഷെ തപസ് ചെയ്യുമ്പോഴും അവരങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴും അവർ ജീവിക്കുന്നുണ്ടല്ലോ, ജീവിക്കണ ചെലവുണ്ട്. ആ ചെലവ് ആരെടുക്കും? മറ്റുള്ളവരെടുക്കും. അപ്പൊ മറ്റുള്ളവരുടെ അധ്വാനത്തെ വളരെ നിന്ദ്യമായ സ്വഭാവത്തിൽ ചൂഷണം ചെയ്യുന്നു എന്ന് തന്നെയാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ അതൊരു സോഷ്യൽ സിന്നാണ്, വെൽത്ത് വിത്തൗട്ട് വർക്ക്. ഇത് ചെറിയ കാര്യം, അതേസമയം സമ്പത്ത് തന്നെ ഒരധ്വാനവും കൂടാതെ. ശരിക്കും പറഞ്ഞാൽ പുതിയ കാലത്തുള്ള മദിയന്റെ തുടർച്ചയായിട്ട്, അസ്ഹാബ് മദിയന്റെ തുടർച്ചയായിട്ട് ഇന്നത്തെ ഡിജിറ്റൽ ക്യാപിറ്റലിസത്തെ കുറിച്ച് പറഞ്ഞാൽ ഇതൊക്കെ അതിന്റെ ഭാഗമായി മാറുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് ഗാന്ധി പറയുന്നത് പ്ലഷർ വിതൗട്ട് കോൺഷ്യൻസ്, മനസ്സാക്ഷിയില്ലാത്ത സന്തോഷം. മൂന്നാമത് പറയുന്നത് നോളജ് വിതൗട്ട് ക്യാരക്ടർ, സ്വഭാവശുദ്ധിയില്ലാത്ത അറിവാണ്, സ്വഭാവശുദ്ധിയില്ലാത്ത അറിവ്. നാലാമത് പറയുന്നതാണ് നമ്മുടെ പറഞ്ഞു വരുന്ന വിഷയം, കൊമേഴ്സ് വിതൗട്ട് മൊറാലിറ്റി, ധാർമ്മികതയില്ലാത്ത, സദാചാരമില്ലാത്ത കച്ചവടമാണ് നാലാമത്തെ സോഷ്യൽ സിൻ, സാമൂഹികമായ പാപം. പിന്നെ പറയുന്നത് സയൻസ് വിതൗട്ട് ഹ്യൂമാനിറ്റി, മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രം. റിലിജൻ വിതൗട്ട് സാക്രിഫൈസ്, ബലിയർപ്പിക്കലില്ലാത്ത, ത്യാഗമില്ലാത്ത. ബലി എന്ന് പറഞ്ഞാൽ ആചാരപരമായ ബലിയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുക, അതിനുള്ള ഒരു സന്നദ്ധത ഇല്ലാത്ത റിലിജൻ എന്ന് പറയുന്നതും ഒരു സാമൂഹ്യ പാപമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് നിഷ്ഫലമാണെന്ന് മാത്രമല്ല, അതൊരു പാപമാണ്, അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. പിന്നെ അവസാനമായിട്ട് ഏഴാമതായിട്ട് പറഞ്ഞ പൊളിറ്റിക്സ് വിതൗട്ട് പ്രിൻസിപ്പിൾ, തത്വദീക്ഷയില്ലാത്ത രാഷ്ട്രീയം. നമ്മൾ പറഞ്ഞു വരുന്നതിൽ നേർക്കുനേരെ ബാധകമാകുന്ന, എല്ലാം ബന്ധിക്കുന്നുണ്ട്, നേർക്കുനേരെ ബാധകമാകുന്ന 2 പോയിന്റാണ്. ഒന്ന് കൊമേഴ്സ് വിതൗട്ട് മൊറാലിറ്റി, രണ്ടാമത് പൊളിറ്റിക്സ് വിതൗട്ട് പ്രിൻസിപ്പിൾ, തത്വദീക്ഷയില്ലാത്ത രാഷ്ട്രീയം. അപ്പൊ നമ്മുടെ രാഷ്ട്രീയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഒക്കെയും അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന് പറയുന്നത് നീതിയാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ എന്താണ് നീതി എന്ന് ചോദിച്ചാൽ അവിടെ പ്ലേറ്റോ കൊടുത്തിട്ടുള്ള ഒരു നല്ലൊരു നിർവചനമുണ്ട്. ജസ്റ്റിസ് ഇസ് ദ ഹാർമണി ഓഫ് ദ സോൾ ആൻഡ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റ് വന്നപ്പം അവിടെയും രാഷ്ട്രീയം വന്നു. ആത്മാവും രാഷ്ട്രീയവും തമ്മിലുള്ള ഒരു ഹാർമണി, അവ തമ്മിലുള്ള ഒരു സംലയനം, അതാണ് യഥാർത്ഥത്തിൽ നീതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ നീതി എന്നതിന് ആത്മീയമായൊരു വശമുണ്ട്, വ്യാവഹാരികമായൊരു വശവുമുണ്ട്. ഇത് രണ്ടും ചേരുമ്പോഴാണ് നീതി പൂർണ്ണമാവുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതെല്ലാം തന്നെ ആമുഖമായി ചിന്തിച്ചുകൊണ്ട് നമ്മൾ മാർക്കറ്റ് കറപ്ഷൻ എന്ന് പറയുന്ന വിഷയത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ഹുതുബയിൽ പറഞ്ഞിരുന്നു, ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം സെപ്പറേഷനാണ്, വേർപെടുത്തുന്നു എന്നുള്ളതാണ്. ജീവിതത്തെ ദീനിൽ നിന്ന് വേർപെടുത്തുന്നു, അതുപോലെ തന്നെ എത്തിക്സിനെ എക്കണോമിക്സിൽ നിന്ന് വേർപെടുത്തുന്നു, അക്കൗണ്ടബിലിറ്റിയെ ബിസിനസ്സിൽ നിന്ന് വേർപെടുത്തുന്നു, ജസ്റ്റിസിനെ പ്രോഫിറ്റിൽ നിന്ന് വേർപെടുത്തുന്നു. എന്നാൽ നമ്മുടെ സകല പ്രവർത്തനങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും ആധാരം ജസ്റ്റിസ് ആയിരിക്കണം എന്ന് പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്. ഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത്, നിങ്ങൾ നിങ്ങളുടെ സ്കെയിലും തുലാസും ശരിയാക്കണം നീതിപൂർവകമായിട്ട്. നീതിയുടെ ആധാരത്തിൽ സ്കെയിലും തുലാസും. സ്കെയിലും തുലാസും എന്ന് പറഞ്ഞാൽ നമ്മുടെ സകല വ്യവഹാരങ്ങളിലും നീതി വരണം എന്നാണ്. നമ്മുടെ വർത്തമാനങ്ങളിലും ചലനങ്ങളിലും നടത്തത്തിലും ഇരുത്തത്തിലും പോലും നീതി വരണം എന്നാണ്. നടത്തത്തിലും ഇരുത്തത്തിലും നീതി വരിക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു പാദപതനം പോലും മറ്റൊരാൾക്ക് കാലുവെക്കാനുള്ള അവകാശത്തെ ഹനിക്കുന്നതാവരുത്. അത്രയും തഖ്വ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സൂക്ഷ്മതയല്ലേ? ജീവിതത്തിൽ പുലർത്തേണ്ട വിശുദ്ധിയും സൂക്ഷ്മതയുമല്ലേ തഖ്വ. നിങ്ങളൊരു കാല് വെക്കുന്നത് മറ്റൊരാൾക്ക് കാലുവെക്കാനുള്ള ഇടം നഷ്ടപ്പെടുത്തിക്കൊണ്ടാവരുത്. നിങ്ങൾക്ക് കാലുവെക്കാനുള്ള ഇടം പ്രധാനമാണ്. അത് നിങ്ങളുടെ വൈയക്തിക സ്വാതന്ത്ര്യമാണ്, അവകാശമാണ്, റൈറ്റാണ്.
എന്നാൽ മറ്റൊരാളുടെ കാല് പതിയുന്ന ഇടം എന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അയാൾക്കും അവിടെ കാല് വെക്കണം, അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത്. ഒരാളിൽ നിന്ന് മറ്റൊന്ന് കവരുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കിട്ടുക എന്നല്ല അതിന്റെ അർത്ഥം. കവർച്ചക്ക് പല മാനങ്ങളുണ്ടല്ലോ. നേർക്കുനേരെയുള്ള കവർച്ച അല്ല ഇവിടെ ഉദ്ദേശിച്ചത്, നേർക്കുനേരെയുള്ള കവർച്ചയല്ല. അതല്ലാതെ അവിഹിതമായിട്ടൊന്ന് സ്വന്തമാക്കുമ്പോൾ ലാ തഅ്കുലൂ അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, ബാത്തിലായിട്ട് നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് പരസ്പരം ഭുജിക്കരുത് എന്ന് പറയുമ്പോൾ ഞാൻ അധികമായിട്ട് എടുക്കുന്നു എന്നതല്ല ഇവിടെ വിഷയം. മറിച്ച് അതോടുകൂടി മറ്റൊരാൾക്ക് കിട്ടേണ്ടത് കിട്ടാതിരിക്കുന്നു എന്നുള്ളതാണ്. വയംനഊനൽ മാഊൻ, ആളുകൾക്ക് ചെറിയ ഉപകാരം പോലും തടയുന്നവൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഓനോന്റെ നിസ്കാരവും കൊണ്ട് നരകത്ത് പോകും. ഖുർആൻ പറയാൻ ബോധപൂർവമാണ് അവിടെ മുസല്ലി എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. നിസ്കരിക്കുന്നവന് നരകം. എന്തുകൊണ്ട്? അവൻ ചെറിയ ഉപകാരങ്ങൾ പോലും ആളുകൾക്ക് തടയുന്നു. ചെറിയ ഉപകാരങ്ങൾ തടഞ്ഞാൽ പോലും പ്രശ്നമാണ്, എന്നിരിക്കെ കവർന്നാലോ അത് അതിനേക്കാൾ ഗുരുതരമാണ്. അത്രയും കണിശമായിട്ട് നമ്മുടെ വ്യവഹാരങ്ങളെ തുലാസിലിട്ട് തൂക്കാനാണ്. ഔഫുൽ കൈലവൽ മീസാൻ എന്ന് ഖുർആൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. അപ്പോൾ അവിടെ നമ്മുടെ ജീവിതത്തിൽ തന്നെ കറപ്ഷൻ ഉണ്ടാവാൻ പാടില്ല എന്ന്. അപ്പൊ യഥാർത്ഥത്തിൽ ഇന്നല്ലാഹ യഅ്മുറുക്കും ബിൽ അദ്ൽ, അല്ലാഹു നീതി സ്ഥാപിക്കുവാനാണ് നിങ്ങളോട് കൽപ്പിക്കുന്നത്. അസ്ഹാബു മദീനെ അസ്വസ്ഥപ്പെടുത്തിയ ഉപദേശവും അത് തന്നെയായിരുന്നു. അത് തന്നെയാണ് ഖുറൈശികളെയും അസ്വസ്ഥപ്പെടുത്തിയത് എന്ന് കാണാൻ സാധിക്കും. അതേ ആശങ്ക. വഖാലു ഇന്നത്തബിയൽ ഹുദാ മഅക നുതഖഫസ് മിൻ അർദിനാ, നിന്റെ കൂടെ സന്മാർഗത്തിൽ ഈ ഹിദായത്തിലേക്ക് വന്നാൽ ഞങ്ങൾ ഈ മണ്ണിൽ നിന്ന് അങ്ങോട്ട് പിഴുതു മാറ്റപ്പെടൂലേ എന്നവർ ചോദിച്ചായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. അതിന് തുടർന്ന് പറയുന്ന സത്യത്തിൽ ഇത് ആരുടെ മണ്ണാടോ? നിങ്ങൾ എന്തായി ചോദിക്കുന്നത്? ഇത് ആരുടെ മണ്ണാണ്? അതിലുള്ള വിഭവങ്ങൾ ആരുടേതാണ്? അവലം നുമക്കിൻ ലഹും ഹറമൻ ആമിന, അവർക്ക് സമാധാനപൂർണമായൊരു ഹറം നൽകുക മാത്രമല്ല ഞാൻ ചെയ്തത്, യുജുബാ ഇലൈഹി വസമറാത്തു കുല്ലി ശൈ, സകല വിഭവങ്ങളെയും അങ്ങോട്ടേക്ക് ഒഴുകുകയും ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെന്താ പ്രശ്നം? അവർക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ തന്നെ ഏർപ്പെടുത്തുകയും അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെന്തിനാണ് മറ്റൊരാളുടേത് കവർന്നെടുക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണല്ലോ പടച്ചോന്റെ ചോദ്യം. ഇവിടെ യഥാർത്ഥത്തിൽ അള്ളാഹുവും മനുഷ്യനും തമ്മിലും മനുഷ്യനും പ്രകൃതിയും തമ്മിലും ഒക്കെയുള്ള ധാർമ്മിക ബന്ധങ്ങളുടെ അടിസ്ഥാന പാഠങ്ങൾ കൂടി വരുന്നുണ്ട്, ജീവിത മൂല്യങ്ങളെ കുറിച്ചുള്ള ചിന്തകളും കൂടി വരുന്നുണ്ട് എന്നും മനസ്സിലാക്കണം. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാത്തവരായി പോകുന്നുണ്ട് ആളുകളിൽ ബഹുഭൂരിഭാഗവും. വലാകിൻ അക്സറഹും ലാ യഅലമൂൻ, ഖുർആൻ പറയാണ്. പക്ഷെ അവരിൽ വലിയൊരു വിഭാഗത്തിന്, ബഹുഭൂരിഭാഗത്തിന് അറിയുന്നില്ല, മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലാവുന്നില്ല എന്ന് അവർ പറയും ചെയ്യും. നിങ്ങൾ പറയുന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവായിക എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാനുള്ള ഒരു അടവും കൂടിയാണ്. അതും കൂടി കാണണം. മനസ്സിലാവായിക എന്നത് രക്ഷപ്പെടാനുള്ള അടവും കൂടിയാണ്. ഒരറിവ് നമ്മുടേതായി മാറണമെങ്കിൽ അതിന് നമ്മൾ കുറച്ച് പണിയെടുക്കണം. മെനക്കെട്ടാലേ എന്തും കിട്ടുള്ളൂ. നമ്മുടെ ജീവിതം വിജയിക്കണമെങ്കിൽ അടിസ്ഥാനം അറിവായതുകൊണ്ട് അറിവ് നേടണമെങ്കിൽ ബൗദ്ധികമായിട്ട് അധ്വാനിക്കണം, കായികമായിട്ടും ചിലപ്പോൾ അധ്വാനിക്കേണ്ടി വരും. അപ്പൊ ഇത്തരം മൂല്യങ്ങളുടെ അഭാവത്തിലാണ് ആധുനിക സമൂഹങ്ങളിൽ ആന്തരിക തകർച്ചകൾ ഉണ്ടാകുന്നത് എന്ന് കാണേണ്ടതാണ്. നമ്മൾ എങ്ങനെയാണ് ആളുകളെ പരിഗണിക്കുന്നത്? ആളുകളുടെ എക്സിസ്റ്റൻസിനെ നമ്മൾ അളക്കുന്നത് എങ്ങനെയാണ്? ഇന്നത്തെ ഒരു മൂലധന സംസ്കാരത്തിൽ ആളുകളുടെ സാമ്പത്തിക നില വെച്ചുകൊണ്ടാണ് ഇതൊക്കെ അളക്കാറുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഡാനിയൽ ബ്ലെയ്ക്ക് എന്നൊരു കഥാപാത്രമുണ്ട്. കെൻ ലോച്ച്, ബ്രിട്ടീഷ് ഫിലിം മേക്കറാണ് കെൻ ലോച്ച്. അദ്ദേഹത്തിന്റെ കഥാപാത്രമാണ് ഡാനിയൽ ബ്ലെയ്ക്ക്. ഐ എം നോട്ട് എ നമ്പർ, ഐ എം എ മാൻ എന്ന അയാളുടെ ഒരു പ്രസ്താവനയുണ്ട്. അയാൾ പറയുന്നത്, അയാൾ ഒരു പ്രസംഗം അവതരിപ്പിക്കുകയാണ് ആ കഥാപാത്രത്തിന്റെ പേരിൽ. അത് ബ്രിട്ടീഷ് പാർലമെന്റിൽ വരെ ചർച്ചയായിട്ടുള്ള പ്രസംഗമാണ്. മാത്രമല്ല ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ആധുനിക നവമുതലാളിത്ത ശക്തികൾക്ക് ഒരുപാട് ഗവേഷണമൊക്കെ നടത്തേണ്ടി വന്നിട്ടുണ്ട്. കലാപരമായ ആവിഷ്കാരങ്ങൾക്ക് അത്രയും പവർ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഐ എം നോട്ട് എ നമ്പർ, ഐ എം എ മാൻ. പിന്നെ അയാൾ പറയുന്നുണ്ട്, ഞാൻ നികുതി കൊടുക്കുന്ന ഒരു പൗരനാണ്. നത്തിങ് മോർ, നത്തിങ് ലെസ്. എനിക്ക് അതിൽ കൂടുതലൊന്നും വേണ്ട, എന്നാൽ അതിൽ കുറവുമല്ല ഞാൻ. പക്ഷെ ഇയാൾ എങ്ങനെയാണ് പരിഗണിക്കപ്പെടുന്നത്? ഒരു മൂലധന വ്യവസ്ഥയിൽ നിർധനനായ മനുഷ്യൻ ഇല്ല എന്നാണ്. അയാൾ ഇല്ല എന്നാണ് പരിഗണിക്കപ്പെടുന്നത്. നമ്പർ ആവാൻ പോലും പാടുപെടുന്ന കൂട്ടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമുക്കത് മനസ്സിലാവും. അത് വംശീയമായ പരിഗണനകളുടെ പേരിലാണ്. SIR, NRC എന്നൊക്കെ പറഞ്ഞിട്ട് ബേജാറാവുകയും ഓടുകയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവസാനം ഈ നമ്പർ എന്ന് പറയുന്ന സ്ഥാനം പോലും നഷ്ടപ്പെട്ടു പോകും. അത് യഥാർത്ഥത്തിൽ ഡാനിയൽ ബ്ലെയ്ക്കിന്റെ ഈ വർത്തമാനം എന്ന് വെച്ചാൽ അതൊരു ഒരു പൊളിറ്റിക്കൽ റെട്ടറിക് അല്ല, മറിച്ച് എക്സിസ്റ്റൻഷ്യൽ സ്ക്രീം എന്ന് പറയാം. അസ്തിത്വപരമായ ഒരു വിലാപമാണ്, ഒരു കരച്ചിലാണത്. അത് ബ്യൂറോക്രാറ്റിക് ഡീഹ്യൂമനൈസേഷൻ.
ഓരോ പ്രദേശത്തും ഓരോ അധികാര വ്യവസ്ഥയിലുമുള്ള ഉദ്യോഗസ്ഥ ഭരണം മനുഷ്യരെ ഡീഹ്യൂമനൈസ്, അമാനവികവൽക്കരിക്കുന്നതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് എന്ന് കാണാം. ഇതൊക്കെ നമ്മുടെ ഒരു സോഷ്യൽ കോൺഷ്യസ്നെസിന്റെ, സാമൂഹിക ബോധത്തിന്റെ ഭാഗമായിട്ട് മാറണം എന്നാണ് പറയുന്നത്. കമ്മിറ്റ്മെന്റ് ഇല്ലാത്തൊരു കാലമാണ്. അസാബ് മദിയന്റെ ആ ഒരു കറപ്ഷനെ നമ്മൾ ഇന്നത്തെ കാലത്ത് വിലയിരുത്തുമ്പോൾ കമ്മിറ്റ്മെന്റ് ഇല്ലാത്തൊരു കാലമാണ്. അപ്പൊ ആ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലായ്മയാണ് ഇന്നത്തെ ഡിജിറ്റൽ മാർക്കറ്റ്. അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ നമ്മൾ ശരിക്കും സ്വയം തന്നെ പഠിക്കേണ്ടതാണ്. കൂടുതൽ ഇൻഷാ അല്ലാഹ് ആവശ്യമായത് പുറകെ പറയാം. എന്തായിരുന്നാലും വളരെ കൃത്യമായിട്ടുള്ള സാമൂഹിക ബോധവും പ്രതിബദ്ധതയും, അടിസ്ഥാനപരമായിട്ട് നീതി, അദിൽ എന്ന് പറയുന്ന വികാരവും, ആ നീതി എന്ന് പറയുന്ന മൂല്യത്തെ ആധാരമാക്കിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് അള്ളാഹുവിന്റെ കർക്കശമായ കൽപ്പനയാണ് എന്ന് തിരിച്ചറിയണം. ആ തിരിച്ചറിവിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ.